ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓമക്കായ വെച്ചിട്ടൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഓമക്കായ പപ്പായ എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഓമക്കായ ഒരു വലിയ സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുവിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിതാ കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പരിപ്പും കൂടിയും കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയ ഒരു 2 സവാളയാണ് കേട്ടോ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടികളായിട്ട് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നടുക് കീറിയതും 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എനിക്ക് വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിഞ്ഞ് റെഡിയാക്കി വെക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള പുളിഞ്ഞിട്ടിട്ടൊന്ന് പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ടൊരു വലിയ മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയുള്ളി തോല് കളഞ്ഞതും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വറുത്തിട്ട് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പുളിഞ്ഞ് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മളിനി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം സാമ്പാർ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ എല്ലാതുമായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓമക്കായ ഇട്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയേയില്ല. ഓമക്കായുടെ ആ കുത്തലൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി കിടു സാമ്പാറാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഓമക്കായ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബായ്.